ഒറ്റക്കൂമ്പാരം അധ്യായം 4. നമ്മുടെ സുരക്ഷിത ഭവനം പണികൾ പൂർത്തിയാകും. ഈ ലോക ജീവിതത്തിൽ നമുക്ക് പല വിധത്തിലുള്ള ക്ലേശപൂർണമായ അധൈര്യപ്പെടുത്തുന്ന അവസ്ഥകളിലൂടെ കടന്നു പോകേണ്ട സാഹചര്യങ്ങളുണ്ട്. എന്നാൽ നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവിന്റെ പ്രത്യാശ നിർഭരമായ വാഗ്ദാനം നമുക്ക് എത്രയോ ധൈര്യം പകരുന്നതാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഈ സുരക്ഷിത ഭവനത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു സംഭവം പ്രിയ സഹോദരങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. പോർച്ചുഗലിൽ 50 വർഷത്തിലധികം മിഷണറി ആയിരുന്ന ഒരു വ്യക്തിയായിരുന്നു പാസ്റ്റർ എറിക് ബാർക്കർ. വളരെ പ്രതിസന്ധികൾ നിറഞ്ഞ പശ്ചാത്തലത്തിലും അദ്ദേഹം കർത്താവിനെ വളരെ വിശ്വസ്തയോടുകൂടെ സേവിച്ചു. എന്നാൽ 2ാം ലോക മഹായുദ്ധ കാലമായപ്പോഴേക്കും തനിക്കും തൻ്റെ കുടുംബത്തിനും അവിടെ താമസിച്ച് ശുശ്രൂഷകൾ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായി. അതിനാൽ അദ്ദേഹം ഭാര്യയും 8 മക്കളെയും മാതൃരാജ്യമായ ഇംഗ്ലണ്ടിലേക്ക് മടക്കി അയക്കുവാൻ തീരുമാനിച്ചു. അവരെ ഇംഗ്ലണ്ടിലേക്ക് പോകുന്ന കപ്പലിൽ യാത്ര അയച്ചതിന് ശേഷം വീണ്ടും ദൈവിക ശുശ്രൂഷയിൽ തുടർന്നു. പാസ്റ്റർ എറിക് ബാർക്കറിന്റെ ജീവിതത്തിലെ അഗ്നിപരീക്ഷകളാണ് തുടർന്നുള്ള നാളുകളിൽ സംഭവിച്ചത്. ഭാര്യയും മക്കളും യാത്ര ചെയ്തിരുന്ന കപ്പൽ ഒരു അന്തർവാഹിനിയുടെ ആക്രമണത്താൽ തകർക്കപ്പെട്ടു. യാത്രക്കാരെല്ലാവരും സമുദ്രത്തിൽ താണ് കൊല്ലപ്പെട്ടു. ഭാര്യയും മക്കളും മരണപ്പെട്ടു എന്ന വാർത്ത അറിഞ്ഞു. ഭൂമി കീഴ്മേൽ മറിയുന്ന അനുഭവം. എങ്കിലും അദ്ദേഹം വിശ്വാസത്തിൽ ഉറച്ചുനിന്നു. അടുത്ത ഞായറാഴ്ച വചന ശുശ്രൂഷയ്ക്കിടയിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ: എൻ്റെ ഭാര്യയും മക്കളും സുരക്ഷിതരായി തങ്ങളുടെ ഭവനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇത് കേട്ട സഭാംഗങ്ങൾ അത്ഭുതം കൂറി. ബാർക്കർ പിന്നെയും തുടർന്നു, എൻ്റെ ഭാര്യയും മക്കളും ഇംഗ്ലണ്ടിൽ എത്തിച്ചേരുന്നതിനേക്കാൾ ഞാൻ സന്തോഷിക്കുന്നത് അവർ സ്വർഗരാജ്യത്തിൽ എത്തിച്ചേർന്നു എന്നതിലാണ്. കഠിനമായ ദുഃഖഭാരം അതിജീവിച്ചുകൊണ്ടാണ് അദ്ദേഹം അന്ന് ദൈവവചനം ശുശ്രൂഷിച്ചത്. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം! എന്തൊരു ധൈര്യം, എന്തൊരു വിശ്വാസം, എന്തൊരാശ്വാസം! ഈ സംഭവം വായിച്ചപ്പോൾ പഴയ നിയമ ഭക്തനായ ഇയ്യോബിന്റെ ജീവിതമാണ് ഓർമ്മയിലെത്തിയത്. ഇയ്യോബ് ദൈവഭക്തനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, നേരുള്ളവനായിരുന്നു, ദോഷം വിട്ടകലുന്നവനായിരുന്നു. മക്കളും സമ്പത്തും ഐശ്വര്യവും എല്ലാം കൊണ്ടും ധന്യമായ ജീവിതം. ദൈവം പ്രത്യേക സംരക്ഷണം നൽകി ഇയ്യോബിനെ പരിപാലിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ദുഷ്ടനായ സാത്താൻ ദൈവത്തോട് വാദിച്ചു. ഇയ്യോബിന് കഷ്ടവും നഷ്ടവും വരുത്തുവാൻ ദൈവം സാത്താനെ അനുവദിച്ചു. ഫലമോ അടിക്കടി ആപത്തുകൾ, ഒന്നിനു പിറകെ ഒന്നായി കഷ്ടനഷ്ടങ്ങൾ. 10 മക്കൾ മരിച്ചു, അവരുടെ വീടുകൾ നശിച്ചു, സമ്പത്ത് നശിച്ചു. എല്ലാം നശിച്ചപ്പോഴും ഇയ്യോബ് പറയുന്നത്, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇയ്യോബ് ദൈവത്തോട് പരിഭവിച്ചില്ല, ദൈവസ്നേഹത്തെ സംശയിച്ചില്ല. പ്രിയരേ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല എങ്കിലും പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ നമ്മുടെ ചിന്താഗതി എന്തായിരിക്കും? ഇയ്യോബിന്റെ ഭാര്യ സംസാരിച്ചതുപോലെ സംസാരിക്കുമോ? അതോ ഇയ്യോബിനെ പോലെ പ്രതികരിക്കുമോ? കൂടാരമായ ഞങ്ങളുടെ ഭൗമ ഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. 2 കൊരിന്ത്യർ 5:1. ഈ ഉറപ്പും ധൈര്യവും ഓരോ ദൈവ പൈതലിനും ഉണ്ടായിരിക്കേണ്ടതാണ്. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. അത് അത്യുത്തമമല്ലോ. ഫിലിപ്പിയർ 1:23. വിട്ടുപിരിഞ്ഞ് കർത്താവിനോടുകൂടെ വസിക്കുക എന്നതായിരുന്നു പൗലോസിന്റെ വാഞ്ച. അത് അത്യുത്തമമാകുന്നു. മരണസമയത്ത് വിശ്വാസിയുടെ ആത്മാവ് ശരീരത്തെ വിട്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് പോകുന്നു. കർത്താവിന്റെ സന്നിധിയിലെ സന്തോഷം എല്ലാ സുബോധത്തോടും കൂടെ അനുഭവിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ ജോൺ വെസ്ലിയോട് ശുശ്രൂഷയുടെ മധ്യത്തിൽ ഒരാൾ ഇപ്രകാരം ചോദിച്ചു: താങ്കൾ നാളെ രാത്രി 12 മണിക്ക് മരിക്കുകയാണെങ്കിൽ അതുവരെ എന്തു ചെയ്യും? അദ്ദേഹം മറുപടിയായി ഇപ്രകാരം പറഞ്ഞു: എൻ്റെ ഇപ്പോഴത്തെ പ്രോഗ്രാം അനുസരിച്ച് എപ്രകാരം തീരുമാനിച്ചിരിക്കുന്നുവോ അതുപോലെ തന്നെ അത് വിനിയോഗിക്കും. ഞാൻ ഈ രാത്രിയിൽ ഗ്ലോസസ്റ്ററിൽ പ്രസംഗിക്കും. അതിനുശേഷം ടെക്സ്ബറിയിലേക്ക് പോവുകയും ഉച്ചയ്ക്കുള്ള യോഗത്തിൽ
പ്രസംഗിക്കുകയും ചെയ്യും. വൈകുന്നേരം ആ സമൂഹത്തിലെ എൻ്റെ സ്നേഹിതന്മാർക്കൊപ്പം സമയം ചെലവഴിക്കുകയും തുടർന്ന് എന്നെ ക്ഷണിച്ച മാർട്ടിൻ്റെ വീട്ടിൽ പോയി അവരോടൊപ്പം ഭക്ഷണം കഴിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ശേഷം രാത്രി 10 മണിക്ക് ഞാൻ എൻ്റെ മുറിയിൽ പ്രവേശിക്കും. തുടർന്ന് സ്വർഗസ്ഥ പിതാവിൽ എന്നെ തന്നെ സമർപ്പിച്ച് വിശ്രമത്തിനായി കിടക്കുകയും മഹത്വത്തിൽ ഉണരുകയും ചെയ്യും. പ്രിയരെ, ഇതത്രേ ഭാഗ്യകരമായ പ്രത്യാശ, ജീവനുള്ള പ്രത്യാശ. നാം ഈ ജീവനുള്ള പ്രത്യാശയ്ക്ക് ഉടമകളാണോ? നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്കും എന്നെ കൈക്കൊള്ളും. സങ്കീർത്തനം 73:24. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. എമി ചെറിയാൻ സാറിൻ്റെ വരികൾ ഇങ്ങനെയാണല്ലോ: മരണത്താൽ മറയാത്ത മഹത് സ്നേഹപ്രഭയാൽ പിരിയാ ബന്ധമാണിത് യുഗകാലം വരെയും. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൻ്റെ നൈമിഷികതയെ ഓർത്തുകൊണ്ട് കേവലം ഒരു ഉറുമ്പിൻ്റെ കടിയേറ്റതിനാൽ ചില വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഒരു സഹോദരി നിത്യതയിൽ ചേർക്കപ്പെട്ടു. ഭയത്തോടും ഭക്തിയോടും കൂടെ നമ്മുടെ കേവലം 4 വിരൽ നീളമുള്ള ജീവിതം നമ്മുടെ കർത്താവിനായി സമർപ്പിക്കാം. ആകെ അല്പനേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ, യേശുവേ നിനക്ക് സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ എന്ന ഗാനവരികൾ ഓർമ്മയിലുണ്ടല്ലോ. പ്രിയരെ, നാം ഈ ലോകത്തിൽ നിന്ന് ഏതു സമയത്തും മാറ്റപ്പെട്ടേക്കാം. അതുകൊണ്ട് നാം ജീവനുള്ള പ്രത്യാശ ഉള്ളവരായിരിക്കണം. ഫ്രാൻസിലെ ഒരു മാതാവിൻ്റെ ജീവനുള്ള പ്രത്യാശയുടെ ഒരു ഉത്തമ ഉദാഹരണം പറയട്ടെ. ഫ്രാൻസിലെ ഒരു കൊച്ചു കുടുംബം, വിധവയായ അമ്മയ്ക്ക് 2 മക്കൾ. മൂത്ത മകൻ അമ്മയോടൊപ്പം ഫ്രാൻസിൽ, ഇളയ മകൻ ഇംഗ്ലണ്ടിലും. ഇംഗ്ലീഷ് ചാനൽ കടന്നാൽ മതി ഫ്രാൻസിലെത്തുവാൻ. വളരെ അവിചാരിതമായി മൂത്ത മകൻ മരണപ്പെട്ടു. മൂത്ത മകൻ അമ്മയ്ക്ക് താങ്ങും തണലുമായി കുടുംബഭാരം വഹിച്ചവനായിരുന്നു. ഇളയ മകൻ വന്നു. ശവസംസ്കാരം എല്ലാം കഴിഞ്ഞു. ലീവ് കഴിഞ്ഞ് മടങ്ങിപ്പോകണമല്ലോ. അമ്മ ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കേണ്ട, അമ്മ എൻ്റെ കൂടെ വരണം. ജ്യേഷ്ഠൻ മരണപ്പെട്ടു, എനിക്ക് ജോലിക്ക് പോകാതിരിക്കാൻ സാധിക്കില്ലല്ലോ. മകൻ അമ്മയെ നിർബന്ധിച്ചെങ്കിലും ഞാൻ ഒറ്റയ്ക്കാണ് എന്നല്ലേ നിന്റെ പേടി? വിഷമിക്കേണ്ട, യേശു കർത്താവ് എൻ്റെ കൂടെയുണ്ട്, നീ പേടിക്കേണ്ട, നീ പൊയ്ക്കൊള്ളുക എന്നായിരുന്നു അമ്മയുടെ ഉറച്ച നിലപാടും തീരുമാനവും. അങ്ങനെ ഇളയ മകൻ മടങ്ങിപ്പോയി. കൂടെ അമ്മയെ വിളിക്കുമ്പോഴൊക്കെ പറയും, അമ്മ ഒന്നിങ്ങുവാ, എനിക്ക് പെട്ടെന്ന് വരാൻ പറ്റില്ലല്ലോ, അമ്മ ഇങ്ങുവാ. മകൻ ഇങ്ങനെ നിർബന്ധിച്ചതുകൊണ്ട് കുറച്ചു ദിവസത്തേക്ക് പോയി താമസിക്കാം എന്ന് അമ്മ തീരുമാനിച്ചു. ഇംഗ്ലീഷ് ചാനൽ കടക്കാൻ അന്ന് ബോട്ട് വേണം. അങ്ങനെ ബോട്ടിൽ കയറി. ബോട്ട് ഏതാണ്ട് ഇംഗ്ലീഷ് ചാനലിന്റെ നടുക്കെത്തി. പെട്ടെന്നാണ് ബോട്ടിന് ഒരപകടം. ബോട്ട് മുങ്ങാൻ തുടങ്ങുകയാണ്. എല്ലാവരും വലിയ അങ്കലാപ്പിലായി. എല്ലാവരും കരയുകയാണ്. എന്നാൽ അമ്മയ്ക്ക് മാത്രം ഒരു ഭയവുമില്ല. ബോട്ടിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഒരു കൂസലുമില്ലാതെ ഇരിക്കുന്നത്? എല്ലാവരും കരയുന്നത് കേട്ടില്ലേ? എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ? അതിന് അമ്മയുടെ മറുപടി ഇപ്രകാരമായിരുന്നു, ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് പേടിയില്ല. കാരണം എന്താണെന്നല്ലേ? ഈ ബോട്ടിന്റെ കേടു തീർത്ത് ഞാൻ അക്കരെ എത്തിയാൽ എൻ്റെ ഇളയ മകൻ അവിടെയുണ്ട്. അല്ല, ഈ ബോട്ട് മുങ്ങി ഞാൻ ഇംഗ്ലീഷ് ചാനലിൽ മുങ്ങി മരിച്ചാൽ കർത്താവിൻ്റെ അടുത്തു ചൊല്ലും, അവിടെ എൻ്റെ മൂത്ത മകനുണ്ട്. രണ്ടായാലും ഞാൻ ഭാഗ്യവതിയാണ്. എൻ്റെ ജീവിതത്തിൽ യേശു കർത്താവിൻ്റെ അടുക്കിലേക്ക് പോകാൻ ഞാൻ ഒരുങ്ങിയിട്ടുണ്ട്. എൻ്റെ മകൻ നേരത്തെ അവിടെ പോയിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് ചെല്ലും. ഇതാണ് ഭാഗ്യകരമായ പ്രത്യാശ. ദൈവമക്കളെ, ഇതാണ് ഉറപ്പ്. ഇതാണ് ഗ്രഹകാര്യം ക്രമത്തിലാക്കുക എന്ന് പറയുന്നത്. താങ്കളുടെ ജീവിതത്തിൽ ഈ ഉറപ്പ് കിട്ടിയിട്ടുണ്ടോ? പാപങ്ങൾ ക്ഷമിച്ചു കിട്ടിയിട്ടുണ്ടോ? ജീവനുള്ള ദൈവത്തിന്റെ വചനം കേട്ട് വചനപ്രകാരം ജീവിക്കുവാനുള്ള സമർപ്പണം എടുക്കുമോ? ദൈവം കൃപ ചെയ്യുമാറാകട്ടെ.